സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു നോക്കാം. അവർ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ട് ഏതൊക്കെയോ ആൽബങ്ങളിലോ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച്, അല്ലെങ്കിൽ വെബ് സീരിയലിലൊക്കെ അഭിനയിച്ച് ജീവിതം എങ്ങനെയോ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു അഭിനയ തൊഴിലാളിയായ രേണു സുധി എന്ന പെൺകുട്ടിയെക്കുറിച്ച് ഈ സ്വപ്ന പറഞ്ഞ ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കണോ അതോ കരയണോ എന്ന് തോന്നിപ്പോവും. കാരണം എന്ത് തന്നെയാണെങ്കിലും സ്വർണം കടത്തി എന്ന് അവർ തന്നെ സമ്മതിക്കുകയും പോലീസ് കസ്റ്റഡിയിലാകുകയും സ്വപ്ന സുരേഷിൻ്റെ തന്നെ വാക്കുകളിൽ നൂല് ബന്ധമില്ലാതെ പല ദിവസവും പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂര പീഡനത്തിന് ഇരയാകുകയും ചെയ്ത ഒരു സ്ത്രീ ഇവര് എന്തോ വലിയ സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾക്കൊക്കെ പൊതുജനം എന്തോ വലിയ പരിഗണന നൽകുന്നുണ്ട് എന്ന ഒരു ധാരണയുടെ പുറത്താണോ എന്നറിയില്ല. വിഷു പ്രമാണിച്ച് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ രേണു സുധി എന്ന അഭിനേത്രി ഇട്ട ഒരു ഡ്രസ്സിനെ കുറിച്ച് വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ ഇങ്ങനെ ഒക്കെ പറയാൻ മാത്രമുള്ള ഒരു അർഹത തനിക്കുണ്ടോ എന്ന് ഒരു തവണ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് തോന്നിപ്പോകുന്നു. പലപ്പോഴും ആളുകൾ സ്വപ്ന സുരേഷിനെ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ വാക്കുകളൊക്കെ ന്യായീകരിച്ചാണ് പറയുന്നത്. മറുവശം സ്വപ്ന സുരേഷിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധവും ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ഞാൻ ബഹുമാനിക്കുമ്പോൾ തന്നെയും ഇപ്പോൾ നടത്തിയ ഒരു പരാമർശം അസ്ഥാനത്തായില്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു സുധി സ്വപ്ന സുരേഷിനെ പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയോ അല്ലാതെയോ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വലിയ പിടിപാടൊന്നുമില്ലാതെ ഭർത്താവ് പ്രത്യേകിച്ച് ഒരു സമ്പാദ്യവും ഉണ്ടാക്കി വെക്കാതെ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ സുധിയുടെ ഭാര്യയാണ് എന്നുള്ള ഒരു പരാമർശം മാത്രമാണ് അവർ ഈ പൊതുസമൂഹത്തിനോട് ചെയ്ത ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? പലപ്പോഴും ആളുകൾ കലാഭവൻ മണിയുടെ ഭാര്യനെ കണ്ടുപിടിക്കണം, സുധിയുടെ ഭാര്യ എന്നൊക്കെ പരാമർശം നടത്തുന്നുണ്ട്. കലാഭവൻ മണി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് കോടികളുടെ സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ട് പോയ ഒരാളാണ്. സുധി എന്ന് പറയുന്ന വ്യക്തി കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ 2 കുട്ടികളെയും സമ്മാനിച്ചിട്ട് അകാലത്തിൽ മരണമടഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. സുധിയുടെ കുറ്റമല്ല പറയുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് പറയത്തക്ക സമ്പാദ്യമൊന്നും ഉണ്ടായില്ല. ഈ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് പോലും പണിത് കൊടുത്തത് സുധി എന്ന ആ നടനെ സ്നേഹിക്കുന്ന പല ആളുകളുമാണ്. അതോടുകൂടി അവരുടെയൊക്കെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പക്ഷേ 2 കുട്ടികൾ, സ്വന്തം ജീവിത ചെലവ്, ഇതൊക്കെ മുട്ടിക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തുഴയുന്ന ഒരു സ്ത്രീയെ, അവൾ ഭർത്താവ് മരിച്ചു, അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിനയം പാടില്ല. അവരുടെ തൊഴിൽ അതാണ്, അവർക്കറിയാവുന്ന ഒരു ജോലി, അല്ലെങ്കിൽ അവരുടെ പാഷൻ അതാണ്. അപ്പോൾ അത് അവർ ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്തിട്ട്, അല്ലാതെ ഈ എല്ലാ ദിവസവും കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി ഈ ഒരു പെൺകുട്ടിയെ വിമർശിച്ച് അവരിന്ന് ബ്ലൗസ് ഇട്ടോ പാവാട ഇട്ടോ, പാവാടയ്ക്ക് ഇടയ്ക്കൂടെ അരഞ്ഞാണത്തിൻ്റെ വള്ളി കണ്ടോ, അല്ലെങ്കിൽ പാവാട ചരട് കണ്ടോ, ഇതൊക്കെ നോക്കി നടക്കലാണോ നമ്മളുടെയൊക്കെ മാധ്യമധർമ്മം? ഇല്ലെങ്കിൽ ഇത് മാത്രമാണോ യൂട്യൂബേഴ്സിൻ്റെ തൊഴിൽ? വേറെ എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ കാലമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ വല്ലാതെ ക്രൂരമായ രീതിയിൽ തന്നെ വേട്ടയാടുന്ന ഒരു പറ്റം ആളുകളുണ്ട്. രേണു സുധി എന്ന ആ പെൺകുട്ടി, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, എങ്ങനെയും ജീവിച്ച് പോട്ടെ, അവരുടെയൊക്കെ പുറകെ നടന്ന സമയം കളയേണ്ട കാര്യമാണോ ഈ പൊതുസമൂഹത്തിനുള്ളത്? അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീക്ക് പിന്നെ അവളുടെ സ്വപ്നങ്ങളുടെ പിറകെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തുന്നത് ആരാണ്? നിങ്ങളും ഞാനുമൊക്കെ ഉൾപ്പെടുന്ന പഴയ കാലം മുതലുള്ള സതിയുടെ ദുരാത്മാക്കളാണ്. പണ്ടൊക്കെ നമുക്കറിയാം, സതി എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചിതയിലേക്ക് സ്ത്രീയെ കൂടെ ജീവനോടെ വലിച്ചെറിയുന്നു, അവൾ കൂടെ അതോടൊപ്പം കത്തി ചാമ്പലാകുന്നു. പുരുഷൻ പകരം ഈ സതിയൊന്നും അനുഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഈ സതിയുടെ അന്നത്തെ ആ ദുരാത്മാക്കളാണ് ഇന്നും നമ്മുടെ ഇടയിൽ. ഇത്തരത്തിൽ വിധവയായ ഒരു സ്ത്രീ എന്ത് ചെയ്താലും അവളുടെ പുറകെ ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് നടന്ന് ആ പെൺകുട്ടിയുടെ കുറ്റവും കുറവും തപ്പിക്കൊണ്ട് നടക്കുന്നേ. അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. സുധി എന്ന കലാകാരൻ മരിച്ചു, സുധിയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ് പലരുടെ പ്രശ്നം. അല്ലെങ്കിൽ സുധിക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു എന്ന്. മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് എവിടെയാണ് നാണക്കേട്? അത് ആദ്യമേ ചിന്തിക്കുക. സുധിയുടെ പേര് പറയരുത് എന്ന് പറയാൻ നമുക്ക് എന്താണ് അവകാശം? ആ പെൺകുട്ടി പറയുന്ന പോലെ അതെൻ്റെ ഭർത്താവാണ്,
മരിച്ചുപോയ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഉപയോഗിക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലേ? അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അവർ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത്രയും കാലം സുധിയുടെ വിധവ അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് സുധി എന്ന പെൺകുട്ടിക്ക് അവകാശപ്പെടാൻ പോലും നമ്മൾ മലയാളികൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ മനസ്സും നിലവാരവും ക്രൂരതയും ഒക്കെ എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതിന് കൂട്ടുപിടിക്കാൻ നമുക്ക് പലർക്കും കിട്ടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വപ്ന സുരേഷാണോ? സ്വപ്ന സുരേഷിൻ്റെ പേരിൽ എത്രമാത്രം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ സ്വപ്ന സുരേഷ് എന്നൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുവാനോ അതൊന്നുമല്ല, അവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ രേണുസുധി എന്ന പെൺകുട്ടി എന്തെങ്കിലും ചെയ്യട്ടെ, എവിടെയെങ്കിലും ജീവിക്കട്ടെ. ഈ പെൺകുട്ടി എന്ത് ചെയ്തോ? ഭക്ഷണം കഴിച്ചോ? ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എല്ലാവരും അവരുടെ റിയാക്ട് ചെയ്യുന്നു. രേണുസുധിയുടെ പുറകെ വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നതിനേക്ക് അപ്പുറത്തേക്ക് ഈ പെൺകുട്ടിക്ക് ഉണ്ണാനും കൊടുക്കാനുള്ളത് നമ്മൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവരെ ആരാണ് ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്? കുറച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്കൊരു റീച്ച് കിട്ടാനോ ഒരു വിഷയം കിട്ടുവാൻ വേണ്ടിയിട്ട് മാത്രം ഈ പെൺകുട്ടിയെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഈ പെൺകുട്ടി ചെയ്യേണ്ട കാര്യം തന്നെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായിട്ട് ഇടുന്ന വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കും. കാരണം ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഒരു വ്യാപകമായ രീതിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവർക്ക് ഞാൻ ജോലി ഓഫർ ചെയ്തതാണ്, പല ജോലിയും ശരിയാക്കി കൊടുത്തു. അവർക്ക് താല്പര്യമില്ലാത്ത ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയില്ലാത്ത ഏതെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്തിട്ട് നീ ഈ ജോലി ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അവരുടെ പാഷൻ അഭിനയമാണെങ്കിൽ അതിലാണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെങ്കിൽ അതുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും നമുക്ക് ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് അതിൽ കടന്ന മാധ്യമ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അവരുടെ പുറകെ മയക്കും പൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വാർത്ത ചെയ്യാതെ ഇരിക്കുകയോ ചെയ്താൽ ഈ അതിൽ കടന്ന മാധ്യമ ശ്രദ്ധ അവിടെ നിൽക്കും. അതിനുള്ള മര്യാദയാണ് ഒന്നുകിൽ നമ്മൾ കാണിക്കേണ്ടത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്നെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെ വളരുക. ഈ പബ്ലിസിറ്റിയിൽ നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല എന്ന ഒരു പക്ഷം കൂടിയുണ്ട്. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ്, തന്നെക്കുറിച്ച് ആളുകൾ പറയട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന തരത്തിലേക്ക് കൂടുതൽ രീതിയിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നുകിൽ ഇവർക്ക് പിന്തുണ ലഭിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള ഒരു പറ്റം ആളുകളുണ്ട്. പലപ്പോഴും അവർക്കെതിരെ വരുന്ന പ്രചരണങ്ങൾ എന്ന് പറയുന്ന അവരുടെ ബോഡി ഷെയ്മിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലാണ്. ആ കുട്ടിയുടെ പല്ല് കണ്ടാൽ എങ്ങനെയാണ്? ശരീരത്തിലെ മാംസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതിൻ്റെ കോലം കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ബോഡി ഷെയ്മിങ്ങിന് താല്പര്യമില്ല. അവരെ കാണാതിരിക്കുകയോ അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയോ ഇതിൻ്റെ പുറകെ ശ്രദ്ധിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുകയോ ചെയ്തുകൂടെ? എന്തായാലും കള്ളക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിലായ ഒരു വ്യക്തി, അവരുടെ വാക്കുകൾക്ക് പോലും സമൂഹം എത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത്. ആ ഒരു വിധവയായ പെൺകുട്ടി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഭർത്താവ് ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെടുകയോ ഡിവോഴ്സ് ആവുകയോ ഒക്കെ ചെയ്ത സ്ത്രീകളെ എപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത് അവർക്കെന്തോ കുഴപ്പമുണ്ട്, ഒരു അശുഭകരമായ വസ്തുവാണ്, ഇല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർ നന്നായിട്ട് നടക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അന്നും ഇന്നും ഒരുപോലെ വേര് പിടിച്ച് കിടക്കുന്ന ചില സങ്കല്പങ്ങളാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്ന് അവരെന്താണ് ചെയ്യുന്നതെന്ന് പുറകെ നടന്ന് ഇങ്ങനെ നടക്കുകയും അതിലോട്ട് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ പോരെ. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് രാവിലെ മുതലെടുത്തിട്ട് എല്ലാ ദിവസവും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീയുടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് അവർ ഇപ്പോൾ വായിത്തൊന്ന് കുറച്ച് ന്യായീകരിക്കുന്നു, കുറച്ച് കുറ്റം പറയുന്നു. സുധിയുടെ ആത്മാവിന് വിഷമം വരുന്നു, അല്ലെങ്കിൽ സുധിക്ക് ചീത്തപ്പേരുണ്ടാകുന്നു. മരണപ്പെട്ടു പോയ ഒരാൾക്ക് ഇനി എന്ത് ചീത്തപ്പേരാണ്? ഇല്ലെങ്കിൽ അയാൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് സമ്പാദിച്ച് കുറച്ചേറെ കൂട്ടിക്കൊടുത്ത് അവരെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ ഒരു ഭർത്താവിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അതിനൊരു ലോജിക്കുണ്ട്. ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ 2 മക്കളെ മാത്രം സമ്പാദ്യമായിട്ട് നൽകിയിട്ട് ഒരു വീട് പോലും ഇല്ലാതെ മരണപ്പെട്ടു പോയ ആ ഒരു പുരുഷന്റെ ഭാര്യ അവരുടെ വയറ്റപ്പിഴപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ അത് എങ്ങനെയും ജീവിച്ചു പോട്ടെ എന്ന തരത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ കൂടെ ജീവിക്കാൻ അനുവദിക്കുക എന്ന തരത്തിലേക്ക് കൂടെ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു.